കണ്ടില്ല. ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാനേ കണ്ടുള്ളൂ. അപ്പം നമ്മളിന്ന് കക്കാടംപൊയിലാണ്. രാവിലത്തെ വ്യൂ ആണ് കുറേ കാണുന്നത്. രാവിലെ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഇപ്പോൾ സമയം 10:30 കഴിഞ്ഞു. അപ്പം എല്ലാവരും ഇപ്പോൾ പൂളിലാണ് കേട്ടോ. ഏത് നേരവും പൂള് എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ പിള്ളേർക്കും വലിയവർക്കും. ഇപ്പോൾ നോക്കിക്കേ, രാവിലെ തന്നെ പൂളിലിറങ്ങിയതാണ് കേട്ടോ. പൂള് 11 മണി വരെയുള്ളൂ കണ്ടോ. എല്ലാവരും പൂളിലാണ്. നോക്കിക്കേ, ഭയങ്കര കോടമഞ്ഞായിരുന്നു കേട്ടോ രാവിലെ ഒരു 6:30 ആയപ്പം ഭയങ്കര കോടയെന്ന് വെച്ചാൽ ഭയങ്കര കോടയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ ആ പാറയെ കണ്ടോ, ആ പാറയിൽ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. പക്ഷേ മഴ മാറിയപ്പോൾ വെള്ളച്ചാട്ടം നിന്നു ആ പാറയിൽ. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി. ആ പാറയിലായിരുന്നു കേട്ടോ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നത്. മഴ പെയ്തപ്പോൾ നല്ല വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ ദാണ്ടെ ആ പാറയിലൊക്കെ ഉള്ളൂ. ഇതുണ്ടോ, അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, അവിടെ ഒരു പാർക്കുണ്ട്. ഞങ്ങൾ കക്കാടംപൊയിലത്തെ സെക്കൻഡ് ഡേ ആണ് ഗൈസ്. അപ്പം ഇന്ന് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പം അതിന് മുന്നേ ഞങ്ങളൊന്ന് പൂള് കളിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. പൂള് മുതലാക്കാണ്. അവരിപ്പോ ഒന്ന് പറഞ്ഞു 10 മിനിറ്റിനും കൂടെ ഉള്ള പൂള് യൂസ് ചെയ്യാൻ പറ്റിയ കാരണം. ഇവരെ കേരളത്തിൽ കാണാത്ത പുതിയ ചാട്ടം, മുതലച്ചാട്ടം. ഇറങ്ങി വാ. പാമ്പ് ചമ്പ് പാമ്പ് ചമ്പ് അർജുന. റെഡി. ഫുൾ ടൈം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവര് അനൗൺസ് ചെയ്തു. ഞാൻ ശരിക്കും ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ടില്ല, പക്ഷേ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ഞാൻ ഇറങ്ങിയിരിക്കുന്നു. ദിയമ്മോളും ആദ്യമോളാണ് ഫസ്റ്റ് ഇറങ്ങിയത്. പിന്നെ ഓരോരുത്തരെ വന്നു. നമ്മുടെ റൂമിൻ്റെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ അത്. അപ്പുറത്തെ സൈഡിൽ പൂളുമാണ്, ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ ഒരു ഗാർഡനും പ്ലേ ഏരിയ ആണ് കേട്ടോ. കുറേ റിസോർട്ടുകളുണ്ട്. അതാണ് ക്യാൻറ്റീന്. സൂപ്പർ. എല്ലാരും കേറിയിട്ടില്ല. 10 കൂടി ഒന്ന് പറഞ്ഞതാണ്. ഇപ്പൊ 10 കഴിഞ്ഞു. അർജുനും ദേവുനും ദിയക്കൊന്നും കേറാൻ തന്നെ തോന്നണില്ല പൂളിന്ന്. ഇന്നലെ രാത്രി ഫുള്ള് പൂളിലായിരുന്നു. ആദിമോൻ എല്ലാരും റെഡി ആയിട്ടാ പോവാൻ വേണ്ടിട്ട്. കുഞ്ഞാ ഫ്രണ്ട്സ് ഇവിടെ റീലെടുത്തോണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനൊരു റീല് നടക്കുന്നു, ഇപ്പുറത്ത് ഇങ്ങനെയൊരു റീല് നടക്കുന്നു. ലുക്ക് തരൂ ഇങ്ങോട്ട് തരൂ ലുക്ക്. ഫ്രണ്ട്സ് ഇന്നലെ രാത്രി ഞങ്ങൾ ഇവിടെ ഒന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ. ഇവിടെയാണ് പൂള്, ഇപ്പുറത്തൊരു പൂളുണ്ട്. ദേവോ ഇവിടെയൊക്കെ എന്താ കോട്ടേജാ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നല്ല ഗാർഡൻ്റെ ഉള്ളിൽ കോട്ടേജുകൾ, ഇപ്പുറത്ത് സ്വിമ്മിങ് പൂള്. അർജു എവിടെ?
അതെ, ഇന്നലെ പൂളിൽ കളഞ്ഞു നമ്മുടെ സമയം മൊത്തം. അടിപൊളിയായിട്ടുള്ള കുറേ കാഴ്ചകൾ ഇപ്പുറത്തുണ്ട്. നല്ല രസമുണ്ടല്ലോ, അടിപൊളി. ഇപ്പുറത്ത് താഴെ കോട്ടേജിൽ നിൽക്കുന്നവർക്കൊക്കെ ഇവിടെ നല്ല വൈബായിരിക്കും അല്ലേ? ശരി, നമ്മുടെ അവിടെ നിന്ന് മേളിൽ നിന്ന് നോക്കുമ്പോ കാണുന്ന ഫ്രെയിം, ഓ മല തൊട്ടടുത്തല്ലോ. ആണ്, അതാണ്. പക്ഷെ ഇതൊരു വേറൊരു, എടാ ഇതെന്ത് കായാണ്? കറുകപ്പട്ടയാണോ അത്? അതോ വഷ്ണയിലയാണോ? കറുകപ്പട്ട ഒന്ന് നോക്കി നോക്ക്. ഓക്കെ ഫ്രണ്ട്സ്, ഞങ്ങൾ ഫോട്ടോഷൂട്ടിന്റെ ഇടയിൽ ഭയങ്കര മഴ. അപ്പൊ ആ മഴയത്ത് ഷോട്ട് എടുത്തു. വീഡിയോ 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 ഫോട്ടോയും എടുത്തു. മഴ പെയ്തു, പക്ഷെ രസമുണ്ട് കേട്ടോ. എല്ലാവരും നല്ല രസമുണ്ട്. പിള്ളേര് മോളല്ലേ, ഞങ്ങൾക്ക് ചെക്കൗട്ട് സമയം ഉണ്ട്. പക്ഷെ ഇന്നലെ അത് കണ്ടില്ലല്ലേ നമ്മള്. താഴത്തെ നല്ല അടിപൊളി കാര്യങ്ങള്. മഴയാണെങ്കിലും വൈബ് സ്ഥലമാണ് നിങ്ങൾ. മഴയൊക്കെ നനയാനൊക്കെ വരികയാണെങ്കിൽ ധൈര്യമായിട്ട് കക്കാടം പോയിട്ട് വരാട്ടോ. ഇത്രയും അടുത്ത് നമ്മൾ താമസിക്കുമ്പോ നമ്മൾ ഇങ്ങനെ ഒരു ഏരിയ നമ്മള് തൊട്ടടുത്ത സ്ഥലമാണ് വിചാരിച്ച ഒരു വിലയില്ലേ. അതെ അതെ അതെ, വല്ല മൂന്നാറും വയനാടും ഈ ട്രിപ്പ് കുറച്ച് ദൂരെ ആക്കുക അങ്ങനെയാണ്. ഊട്ടി വേറെ വൈബ്, കാരണം അവിടെ തേയിലത്തോട്ടം സംഭവങ്ങളൊക്കെ. ഇത് പറയുമ്പോ ഒരു ഫോറസ്റ്റ് വൈബ്. എന്നാ കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. തണുപ്പ് ഓവർ തണുപ്പൊന്നും അല്ല, എന്നാലും തണുപ്പിന് തണുപ്പ്. അതെ, അധികമായിട്ട് തണുപ്പ് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, ഭയങ്കര ഓവർ. അങ്ങനെയുള്ളവർക്ക് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്, റെഡ് അലർട്ടാണ്. അല്ല, കോഴിക്കോട് ഏതോ വയനാട് ജില്ല, രണ്ട് ജില്ലകൾ. ഇതിലേക്ക് കോഴിക്കോട് ജില്ലയാണ്. അതെ അതെ, നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് 1.5 മണിക്കൂറേ ഉള്ളൂ. അതെ, റോഡ് നല്ലതാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ടെത്തും. അതെ അതെ, റോഡ് മോശമായതുകൊണ്ട് ഇവിടുന്ന് അരീക്കോടിന് 1 മണിക്കൂറുള്ളൂ, നിലമ്പൂർക്ക് 1 മണിക്കൂർ. ഇനി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. പക്ഷെ ഉണ്ടല്ലോ, നമ്മളൊരു സിംഗിൾ ഫാമിലി ആയിട്ട് വരുമ്പോ വലിയ രസം ഉണ്ടാവില്ല. പക്ഷെ നമ്മള് ഉണ്ടാവും, പക്ഷെ ടീമായിട്ട് വരുമ്പോ അതെ മതി മതി മതി, വർത്താനം പറയാനും കുളിച്ചാടാനും ഒക്കെ ആളുമാണ്. അതെ, നമ്മുടെ വൈബിനൊത്ത ആൾക്കാരെയും കൊണ്ടുവരണം. നല്ല അടിപൊളിയായിരിക്കും. അപ്പൊ നമുക്ക് ചെക്കൗട്ട് ചെയ്യാനുള്ള സമയമായി. നമ്മൾ കുറച്ച് സ്റ്റെപ്പ് ഇങ്ങനെ കയറി പോകണം. അടിക്കടിക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഓരോരോ കോട്ടേജുകൾ വേറെ വേറെ സ്ഥലത്തായിട്ടാണ്. അപ്പോൾ ഓരോ കോട്ടേജിലും ഇങ്ങനെ വ്യൂ പോയിന്റ് മാതിരി ഉണ്ട്, ബാൽക്കണി അല്ലെങ്കിൽ വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. അപ്പം കണ്ടോ, ഈ വഴിയെ നമ്മൾ ഓരോ കോട്ടേജിലും ഓരോ വഴിയുണ്ട്. നമ്മളെ റൂമിന്റെ അവിടെ തന്നെ നല്ല വ്യൂ ആണ് കേട്ടോ. നമ്മളെ റൂമിന്റെ അവിടെ നിന്ന് 2 വ്യൂ ഉണ്ട്. ഒന്ന് പൂളിക്കുള്ള വ്യൂ, പിന്നെ ഒന്ന് മലയ്ക്കുള്ള വ്യൂ. ഒന്ന് ഇതാ പാർക്കിങ്ങുള്ള വ്യൂ. വീണ്ടും വരാൻ തോന്നുന്ന ഒരു സ്ഥലമാണ്. അതെ അതെ, ചിലതൊന്നും നമുക്ക് പിന്നെ അവിടെ വരാൻ തോന്നില്ല, പക്ഷെ വീണ്ടും ചെല്ലാൻ തോന്നുന്ന 1-2 സ്ഥലങ്ങളിൽപ്പെട്ട ഒന്നാണത്. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങള് തിരിച്ചു പോവാണ് വീട്ടിലേക്ക്. അപ്പൊ ചെക്കൗട്ടിന് ടൈം ആയിട്ടുണ്ട്, അപ്പൊ നമുക്ക് പോവാം. അയ്യോ, എത്ര പുളിയായിരുന്നു കഴിഞ്ഞേ. ഇല്ല, ആരും കണ്ടില്ല. ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാനേ കണ്ടുള്ളൂ. എന്തായാലും പറ്റിയോ? ബൈ ബൈ. അപ്പോ നമ്മൾ ഇവിടുന്ന് പോവാണ്. ബൈ 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 ബൈ. എല്ലാരും കേറിയോ? എല്ലാരും കേറി. ഇനി ആരെല്ലോ കേറാനുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ പോവാണ്. നല്ല അടിപൊളി. ഇന്നലെ ഇന്നുമായിട്ട് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഡ്രൈവർ മാറിയിരിക്കും സുഹൃത്തുക്കളെ. ഓഫ് റൈഡറാണ് എനിക്ക്. ഓഫ് റോഡർ.
ചെറുത് യമു കോളൊക്കെ ഉണ്ട്. യമു ആ യമു യമു ആ മയിലുണ്ട് ഇവിടെ. യമുവിന്റെ മുട്ടയാണ്. ഒരു ഓംപ്ലേറ്റ് അടിച്ച എത്ര ഇതായിരിക്കില്ലേ? നമുക്ക് എല്ലാവർക്കും ഒറ്റ ഓംപ്ലേറ്റ് മതിയാവൂലേ? രാവിലെ ഒരു മുട്ട പുഴുങ്ങിയ കഴിച്ചാ സെറ്റല്ലേ? കൊളസ്ട്രോൾ കുറവായി. ആണോ? എന്നാ സിജോയ്ക്ക് പറ്റും. സിജോയ്ക്ക് പറ്റും. അനക്കിനി മഞ്ഞ തിന്നാൻ പറ്റില്ല. പാറ ഓമു കുരിശൊക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മള് ഇവരെ പിക്ക് ചെയ്തോടുത്ത് തന്നെ നമ്മൾ ഇറക്കിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇനി തിരിച്ചു വീട്ടിലേക്കാണ് പോണത്. എല്ലാരും ഇറങ്ങി ഗൈസ്, ട്രിപ്പ് കഴിഞ്ഞു. നമ്മുടെ നിക്കിമോളും സൈലോയും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സിജോ ബാബ ധൃതി ഗൈസ് പോവാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം വീട്ടിൽ പോവാൻ. പ്രത്യേകിച്ച് ഇപ്പോ പെട്ടെന്നൊരു ഇഷ്ടം, ഫുഡ് കഴിഞ്ഞിട്ടൊരു ഇഷ്ടം. അവിടുത്തെ 4 ബാത്റൂമുകളോടും എന്റെ ആട്ടം പണി തുടങ്ങി മക്കളെ, എന്റെ ആട്ടം പണി തുടങ്ങി. ബാത്റൂം പോണ ആൾക്കാരെ എണ്ണ ഞാൻ കാണിച്ചുതരാം. ഞാൻ മാത്രല്ല വേറൊരാൾ കൂടി ഉണ്ട്, അത് ഞാൻ കാണിച്ചുതരാം. ഗൈസ്, അപ്പം ഞങ്ങള് വീട്ടിലെത്തി. ജസ്റ്റ് കുറച്ചേരം ഒന്ന് റെസ്റ്റ് എടുത്ത് റീലൊക്കെ എഡിറ്റ് ചെയ്ത് റീലൊക്കെ ഇട്ടിപ്പോ ഇവിടെ നല്ല മഴ ഉണ്ട്. സോ ഞങ്ങളുടെ ഇന്നത്തെ ഒരു നമ്മളെ ട്രിപ്പ് ഇവിടെ അവസാനിച്ചേക്കാണ്. വെക്കേഷൻ ട്രിപ്പ് ഇവിടെ അവസാനിച്ചേക്കാണ്. പിന്നെ എനിക്കൊരു 4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂള് തുറക്കും 11-ാം തീയതി. അപ്പം ആ സ്കൂള് തുറക്കണ വീഡിയോ സ്കൂള് തുറക്കുമ്പോൾ വരുന്നതാണ്. ആ വീഡിയോ എന്തായാലും വരും. അപ്പൊ എല്ലാവരും അത് കാണാം. അത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. എല്ലാവർക്കും ബൈ ബൈ.